സീസൺ 7 ഏഴിൻ്റെ പണി ഏതൊക്കെയാണ്? ഫേക്ക് കാർഡ്, സേഫ് കാർഡ്, സോപ്പിംഗ് കാർഡ്, നന്മ കാർഡ്, ഒളിക്കൽ കാർഡ്, പ്രിപ്പറേഷൻ കാർഡ്, വിക്ടിം കാർഡ്. ഈ 7 കാർഡുകളും സീസൺ 7 നടക്കൂല എന്നാണ് ലാലേട്ടൻ പറയുന്നത്. ഇത് പണി മൊത്തത്തിലാണ്. കണ്ടസ്റ്റൻസിന് മാത്രമല്ല, ബിഗ് ബോസ് ക്രൂവിനും പണി കൊടുക്കാൻ പോവാണ്. ആര്? ലാലേട്ടൻ കൊടുക്കാൻ പോവാണ്. ഡബിൾ റോളിൽ ലാലേട്ടൻ വന്നിട്ടുണ്ട്. നമ്മുടെ എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഭയങ്കര സന്തോഷം. ഇതുവരെ സീസൺ 1 to 7 നമ്മൾ കണ്ടതിൽ ഏറ്റവും സൂപ്പർ ഡ്യൂപ്പർ പ്രൊമോയാണിത്. തീ കത്തുന്ന പ്രൊമോ. എന്തായാലും സീസണിൽ വരുന്ന കണ്ടസ്റ്റൻസ് ഇതുപോലെ ആണെങ്കിൽ ലാലേട്ടൻ ഇപ്പം ഈ പ്രൊമോയിൽ കാണിച്ച പോലെ വിറപ്പിക്കുമെങ്കിൽ സീസൺ 7 കത്തും. എൻ്റെ പൊന്നു മക്കളെ, വെറിത്തനമാട്ടം. സൂപ്പർ എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്ക് പ്രൊമോ എന്താണെന്ന് അറിയണ്ടേ? പ്രൊമോയുടെ വിശേഷങ്ങളും എനിക്ക് അതിനകത്ത് നിന്നുള്ള കുറച്ച് ഡീകോഡിങ് കിട്ടിയിട്ടുണ്ട്. തീം സർക്കസ് തീമാണോ? പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. അപ്പം ഞാൻ ആദ്യം പ്രൊമോ പറയാമേ. കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പോവാം. പ്രൊമോക്കകത്ത് നമ്മുടെ ലാലേട്ടൻ തുടരും സിനിമയുടെ ലുക്കാണ്. കറുത്ത ഷർട്ടും കറുത്ത മുണ്ടൊക്കെ കൊടുത്തൊരു മഴയത്ത് നടന്നു പോവാണ്. മഴയത്ത് നടന്നു പോകുമ്പോൾ ഒരു ബുക്കിൽ കുറച്ച് വെള്ളം വീഴുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ജേതാവാകുവാനുള്ള 7 വഴികൾ, അതാണ് ബുക്കിൻ്റെ പേര്. നേരെ ലാലേട്ടൻ ഷട്ടർ തുറക്കുന്നു. നമ്മുടെ ഫസ്റ്റ് പ്രൊമോയിലുള്ള ഫാക്ടറി. പക്ഷെ ഫാക്ടറിയിൽ കുറച്ച് സർക്കസ് പോലെ അല്ലെങ്കിൽ ഒരു മേള, ഒരു ഉത്സവമൊക്കെ പോലെ കുറേ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പം നമ്മുടെ ഫസ്റ്റ് പ്രൊമോയുടെ കണ്ടിന്യൂഷനാണ് സാധനം. തുടരുമിൻ്റെ ലുക്ക്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ ലാലേട്ടൻ വെറുതെ ഇങ്ങനെ അവിടെ വരുമ്പോഴത്തേക്കും പറയുന്നുണ്ട്, രസിപ്പിക്കാൻ വരുന്നവർ വെറുപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ലാലേട്ടൻ പ്രൊമോ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. ഇനി ഞാൻ എന്ത് ചെയ്യില്ല, അതിന് സമ്മതിക്കില്ല. ഭയങ്കര കലിപ്പാണ്. ഇനി ഞാൻ അതിന് സമ്മതിക്കില്ല. രസിപ്പിക്കാൻ വരുന്നവർ രസിപ്പിക്കണം, വെറുപ്പിക്കരുത്. നമ്മൾ പ്രേക്ഷകർക്ക് പറയാനുള്ള ഒരു സാധനമായിട്ട് പറഞ്ഞ പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അപ്പോൾ സർക്കസ് പോലെയല്ല, ഒരു മേള പോലെയല്ല. ഇപ്പോൾ ഒരു കാർ ഇങ്ങനെ ഓട്ടിച്ച് അവിടെ ഒരു പയ്യൻ വരുന്നു. കാറെന്ന് വെച്ചാൽ നമ്മുടെ നോർമലി ഇങ്ങനെ കാർട്ടൂൺ പോലത്തെ ഒരു കാറാണ്. ഇങ്ങനെ ഒരു ഓടിച്ചൊരു പയ്യൻ, ഒരു 10-25 വയസ്സായ ഒരു പയ്യൻ ഇങ്ങനെ വരുമ്പോൾ ലാലേട്ടൻ എന്നിട്ട് ഒരു മേള സെറ്റാണല്ലോ മൊത്തം ഒരു ഇത്. അപ്പം ബി എ ഫാൻ ബോയ് സാർ, ഞാൻ ഭയങ്കര ഒരു ഫാൻ ബോയ് ആണ്. നമ്മുടെ സീസൺ 5 പറയില്ല, ഡൈ ഹാർഡ് ഫാൻ സാർ, ബിഗ് ബോസിൻ്റെ, ലാലേട്ടൻ്റെ അല്ല ബിഗ് ബോസിൻ്റെ. അതുപോലെ ഇങ്ങനെ പറയുന്നുണ്ട് ഒരു പയ്യൻ. അപ്പോൾ ലാലേട്ടൻ, പതപ്പിക്കല്ലേ, ഞാൻ നിന്നെ പൊതപ്പിക്കും, തേച്ച് കുളിച്ച് കളി മാറ്റി കളത്തിൽ ഇറങ്ങ്. ഇതൊന്നും വേണ്ട, കളി മാറ്റിയിട്ട് കളത്തിലോട്ട് ഇറങ്ങാൻ ലാലേട്ടൻ തന്നെ പറയുവാണ്. എന്നിട്ട് സൈഡിൽ എഴുതി കാണിക്കുന്നു, നമ്പർ 1. ബിഗ് ബോസിൻ്റെ ഒരു കണ്ണൊക്കെ വന്നിട്ട് നമ്പർ 1 സോപ്പിംഗ് കാർഡ്, കളിക്ക് 7ൻ്റെ പണി എന്നൊക്കെ പറഞ്ഞൊരു ലോഗോ പോലത്തെ ഒരു സാധനം. എന്നിട്ട് അതിനകത്ത് ലാലേട്ടൻ ലൈൻ കട്ട്. എൻ്റെ പൊന്നെ, ഈ ലാലേട്ടൻ ഇതിനും മാത്രം ട്രോള് ബിഗ് ബോസിൽ നിന്ന് ലൈൻ കട്ടിന് പുറമെ വേറെ എതും കിട്ടിയതേ ഇല്ല. ഇതിലാണ് ഇത്രയും ട്രോള് കിട്ടിയിട്ടുള്ളത്. ഈ ലൈൻ കട്ട് എന്നെ വീണ്ടും പറഞ്ഞു. അത് ഞാനിത് സത്യം പറഞ്ഞത് കണ്ടിട്ട് ഞാനും ഫ്രണ്ടും കൂടെ ആയിരുന്നു കണ്ടത്. അത്ര ചിരിച്ചാണ് അത് കണ്ടത്. അപ്പോൾ ഒന്നാമത്തെ സോപ്പിംഗ് പരിപാടി നടക്കൂല. ഫസ്റ്റ് സീൻ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ അടുത്ത് സെക്കൻഡ് സീൻ. അടുത്ത് ഒരു ഡിനോസർ ആണല്ലോ, സർക്കസ് കൂടാരം പോലെ. അപ്പോൾ ഒരു ഡിനോസറിൻ്റെ വാ ഇങ്ങനെ തുറന്നത് അങ്ങനെ വെച്ചിട്ടുണ്ട്. വാക്കകത്തൊരു പെങ്കൊച്ചിരുന്നിട്ട് കരയുന്നു, ഭയങ്കര കരച്ചിൽ. അപ്പോൾ ലാലേട്ടൻ ഇവിടെ വന്നിരുന്നിട്ട്, അയ്യോ എന്ത് പറ്റി മോളെ, എന്ത് പറ്റി? കുണുവാവ നമ്മുടെ നാഗചേച്ചിയുടെ കുണുവാവയെ ഒറ്റപ്പെടുത്തുന്നു അവിടെ ഉള്ള എല്ലാവരും കൂടി. അതേ ലാലേട്ട, എന്നെ ഒറ്റപ്പെടുത്തുന്നു. എന്തിനാ മോളെ? ഷോയുടെ ഉള്ളിൽ മറ്റൊരു ഷോ, നിന്റെ ഷോ എന്തിനാ? വിക്ടിം കാർഡ് ഇറക്കല്ലേ, നിന്റെ ചീട്ട് ഞാൻ കീറും എന്ന് പറയുകയാണ്. അപ്പോൾ അടുത്ത് വീണ്ടും സൈഡിൽ കാണിക്കുന്നു, നമ്പർ 2 വിക്ടിം, കളി മാറ്റണം, 7ൻ്റെ പണി എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നുണ്ട്. അടുത്തൊരു സീനാണ്. എന്തായിരുന്നു, ലാലേട്ടൻ ഇങ്ങനെ ഈ പെങ്കൊച്ചിൻ്റെ അടുത്ത് പറയുന്നത് മുകളിലിരുന്ന് ഒരുത്തൻ കണ്ടോണ്ടിരിക്കുക. ഒരു പയ്യൻ പറയാണ്, അയ്യോ. ആ പയ്യൻ എന്ത് ചെയ്യുന്നു, ഡിനോസറിന് പാല് കൊടുക്കുന്നു, കുപ്പിപ്പാൽ കൊടുക്കുക. അപ്പം ലാലേട്ടാ, വിട്ടേക്ക് ലാലേട്ട അവളെ, ഓള് നല്ലൊരു സോളാണ്, നല്ലൊരാളാണ്. അപ്പോൾ ലാലേട്ടൻ, നന്മ മരമേ, നിന്റെ അടവ് ഞാൻ എടുത്ത് അടുപ്പിലിടും, കാണണോ, നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടാ എന്നിങ്ങനെ പറഞ്ഞിട്ട് ലാലേട്ടൻ അവിടെ നിന്ന് പോവാണ്. 3 നമ്പർ 3 നന്മ എന്നിങ്ങനെ സൈഡിൽ എഴുതി കാണിക്കുന്നു. വേറെ ഒന്നും സൈഡിൽ എഴുതി കാണിക്കുന്നില്ല. പക്ഷേ ലാലേട്ടൻ 7 സാധനങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ഈ 7ൽ 7 എഴുതി കാണിച്ചെങ്കിൽ വേറെ ലെവലായനെ. ലാലേട്ടൻ നേരെ പോകുന്ന വേറൊരു മൂലയിലോട്ട്. അവിടെ മൊത്തം ലൈറ്റൊക്കെ ആണെങ്കിൽ ഇരുട്ടായിട്ട് കിടക്കുവാണ്. ഇരുട്ടായിട്ട് കിടക്കുന്നിടത്ത് ലാലേട്ടൻ ലൈറ്റ് ഇടുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ നിന്ന് ഒരാളിങ്ങനെ പമ്മി എഴുന്നേറ്റ് വരുന്നു. കയ്യിലൊരു ബലൂണൊക്കെ ഉണ്ട്. ഡോണ്ട് ജഡ്ജ് മീ, എന്നെ നിങ്ങൾ ജഡ്ജ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ടീഷർട്ടൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. ആ പയ്യനെ കാണുമ്പോൾ ലാലേട്ടൻ, ഇറങ്ങി വാടാ തുരപ്പാ. ഒളിച്ചിരുന്ന് വാഴയായിട്ട് സേഫ് കളിക്കുന്നോ? പഴയ സീസണിലെ പല കണ്ടസ്റ്റൻസിനെ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഇതിന് മനസ്സിലാവും. കുറേ പേർക്ക് അടിയും കിട്ടിയിട്ടുണ്ട് ഇതിന്. അപ്പം കൂമ്പ് ഞാൻ തോരൻ വെക്കുന്നതിൻ്റെ ജാഗ്രതയെ
എന്തോന്നടേ എൻ്റെ കയ്യിരിക്കുന്നത് ഇത് എന്തോന്നെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നത് ഇത് ടാസ്കിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ. അതായത് ബലൂൺ പെരുക്കുക, നമുക്കറിയാം ബലൂൺ പെരുക്കുക, ഊതി പറപ്പിക്കുക, ഇതൊക്കെയാണല്ലോ ടാസ്ക്. അപ്പോൾ ടാസ്കിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ലാലേട്ടൻ ബലൂൺ കുത്തി പൊട്ടിക്കുന്നു. ഇമാതിരി അങ്കണവാടി ടാസ്കുമായിട്ട് വന്നു കഴിഞ്ഞാൽ കമ്മറ്റിക്കും കിട്ടും പണി. കമ്മറ്റി ആരാ? ബിഗ് ബോസ് ടീം, ബിഗ് ബോസ് ക്രൂ. കമ്മറ്റിക്കും പണി കിട്ടും. അതായത് ഇത്തവണ ഇത്തിരി നല്ല ടാസ്ക്, നമ്മൾ പ്രേക്ഷകർ പറയുന്ന സാധനം ഉണ്ടല്ലോ, ആ സാധനം കമ്മറ്റിക്കും പണി കൊടുക്കും എന്നാണ് ലാലേട്ടൻ പറയുന്നത്. അപ്പോഴാണ് മറ്റൊരു ലാലേട്ടൻ, ഇത്രയും നേരം നിന്ന ലാലേട്ടൻ മുണ്ടും ഷർട്ടൊക്കെ കൊടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് കോട്ടും സ്യൂട്ടൊക്കെ ഇട്ട നമ്മുടെ സ്റ്റാൻഡേർഡ് ലാലേട്ടൻ, നമ്മുടെ ഹോസ്റ്റ് ലാലേട്ടൻ വരുന്നു സൈഡിൽ എന്നിങ്ങനെ കാണിക്കാൻ. അപ്പോൾ പറയാൻ അപ്പോൾ ആ ലാലേട്ടൻ ഇങ്ങനെ, അപ്പോൾ രണ്ട് ലാലേട്ടനായാലും അപ്പം നമുക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടി ഒന്ന് കോട്ട് ലാലേട്ടനും ഒന്ന് കോട്ടിട്ടുണ്ടോ ഒന്ന് കോട്ട് ലാലേട്ടൻ, മറ്റത് ഗോട്ട് ലാലേട്ടൻ. എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കോട്ടും കൊണ്ട് രണ്ട് വ്യത്യാസം ഉണ്ടോ എന്തോ. അപ്പോഴേ അതിനകത്ത് ഇങ്ങനെ ഇപ്പോൾ വന്നാൾ അപ്പോൾ പറഞ്ഞ ഞാൻ ഈ സേഫ് കളി എന്ന് ഉദ്ദേശിച്ചത് എല്ലാവരെയും കൂടെ ചേർത്തിട്ടാണ് എന്ന് നമ്മുടെ തുടരും മൂവിയിലൊക്കെ നിൽക്കുന്ന ലാലേട്ടൻ പറയുകയാണ്. അപ്പോൾ അടുത്ത് ഓഹോ അങ്ങനെയാണല്ലേ, അതെ 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 എന്നിങ്ങനെ നമ്മുടെ ലാലേട്ടൻ പറയുന്നു. അപ്പോൾ തന്നെ ശരി പിന്നെ ഓക്കെ ഇങ്ങനെ പറയണം. കാരണം ഇനി ഞാനും മര്യാദയ്ക്കൊക്കെ നിന്നോളാമേ, ഞാനും അവരുടെ അടുത്ത് ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ചോളാമേ, പറ്റുന്നില്ലല്ലോ, ചോദിക്കാൻ പറ്റുന്നില്ലല്ലോ, അങ്ങനെ ഒരു സംഭവം അതിനകത്ത് അവിടെ കാണിക്കുന്നുണ്ട്. എന്നിട്ടാണ് ലാലേട്ടൻ ഇങ്ങനെ ഒരു സർക്കസ് കൂടാരത്തിന് ചുറ്റും കറങ്ങി വരികയാണ്. ഫേക്ക് കാർഡ്, സേഫ് കാർഡ്, സോപ്പിംഗ് കാർഡ്, നന്മ കാർഡ്, ഒളിക്കൽ കാർഡ്, പ്രിപ്പയർഡ് കാർഡ്, വിക്ടിംഗ് കാർഡ്. ഇനി ഈ കാർഡുകളൊന്നും ഈ ടേബിളിൽ ഇറക്കരുത്, കളിക്കരുത്, എങ്കിൽ ഞാൻ എന്ത് ചെയ്യും, കീറിപ്പോവും. നിങ്ങൾക്കൊക്കെ തരും ഞാൻ 7ന്റെ പണി. എന്നിട്ട് വീണ്ടും ലാലേട്ടൻ മഴയത്തിറങ്ങുന്നു. മഴ വരുന്നില്ല, ഇടി പൊട്ടി നിൽക്കുകയാണ്. ഒരു കുടയുണ്ട്, 7 എന്നെഴുതിയ കുട. നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ട് പോകില്ല അപ്പൂപ്പന്മാരുടെ കുട, അതിനകത്ത് 7 എന്നെഴുതിയ കുടയും കൊണ്ട് ഇങ്ങനെ നടന്നു പോവാണ്. വീണ്ടും എന്നെ മഴയത്ത് നിർത്തല്ലേ, മുണ്ട് മടക്കി കുത്തിക്കല്ലേ, തുടരുമില്ലേ ഡയലോഗ്. എന്നിട്ടാണ് പറയുന്നത് ബിഗ് ബോസ് സീസൺ 7 7ന്റെ പണി ഉടൻ വരുന്നു ഏഷ്യാനെറ്റിലും 24/7 ജിയോ ഹോട്ട്സ്റ്റാർ. അപ്പോൾ 24/7 കൊണ്ട് സന്തോഷമായില്ലേ. അപ്പോൾ ഇതാണ് പ്രൊമോ. എനിക്ക് ഭയങ്കര സൂപ്പറായിട്ട് തോന്നി, ഭയങ്കര സൂപ്പറായിട്ട് തോന്നി. ഫസ്റ്റിലും സെക്കൻഡിലൊക്കെ ഞാൻ കട്ട നെഗറ്റീവ് പറഞ്ഞപ്പോഴത്തേക്കും നിനക്ക് ലാലേട്ടൻ്റെ അടുത്തുള്ള ദേഷ്യമല്ലടാ, നിനക്ക് അപ്ഡേറ്റ് ഇട്ടാൽ തന്നെ വിഷമമല്ലടാ, കുറേ പേര് ചോദിച്ചു. പക്ഷെ അങ്ങനെ ഒന്നുമല്ല. ആക്ച്വലി ഞാൻ പ്രതീക്ഷിച്ച സാധനം ഇതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, സത്യം ഇഷ്ടപ്പെട്ടു. എല്ലാ കാര്യവും ഇതിനകത്ത് നമുക്ക് പറയാനുള്ള എല്ലാ കാര്യവും ഇതിനകത്ത് ലാലേട്ടൻ പറയുന്നുണ്ട്. ഇനി പരിപാടീസ് നിങ്ങളുടെ ഫേക്ക് പരിപാടിയോ സേഫ് പരിപാടിയോ പതപ്പിച്ച് നിൽക്കുന്ന പരിപാടികളും നന്മ കാർഡുകൾ കളിക്കലും അതുപോലെ തന്നെ പ്രിപ്പറേഷൻസും വിക്ടിംഗ് കാർഡും ഒന്നും നടക്കില്ല. ഇനി കളി മാറുവാണ് എന്നുള്ള ഒരു ലെവൽ ഇതിനകത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഇപ്പം ഈ നിമിഷം ഒരു കാര്യം പറയാം, ഇത്രയും ഹൈപ്പ് ഈ സാധനത്തിന് കൊടുത്തിട്ട് ഹോസ്റ്റ് ഇനി വീണ്ടും പണ്ടത്തെ കണക്ക് നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര പരാജയമാവും. കാരണം കഴിഞ്ഞ വർഷം വരെയും ഇങ്ങനത്തെ ഒരു സാധനവും കളി ഞാൻ പഠിപ്പിക്കും അല്ലെങ്കിൽ ഇനി ഞാൻ ശരിപ്പെടുത്തും ഒരു മനുഷ്യരെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പം ഹൈപ്പ് കൊടുത്തിരിക്കുകയാണ്, ഞാനത് പറയും, ഞാനത് ചോദിക്കും, ഇങ്ങനത്തെ കാര്യം നടത്താൻ സമ്മതിക്കില്ല, അങ്ങനെ ഇനി നടക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്ന സ്ഥിതിക്ക് ഒരിക്കലും ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഈ ഷോയിനകത്ത് ലാലേട്ടൻ ഇതൊന്നും ചോദിച്ചില്ല, പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഷോ പരാജയമാവും. നമുക്കിതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല, ഈ സ്റ്റേറ്റ്മെൻറ്റ് തള്ളിപ്പോവും. അപ്പോൾ എന്തായാലും അങ്ങനെ നടക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എങ്ങനെ നടക്കുമെന്ന് ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ചോദിക്കാൻ പറയുകയൊക്കെ ചെയ്യുമെന്ന് തന്നെയാണ് വിശ്വാസം. പിന്നെ എനിക്കിതിൽ നിന്നൊരു ഡൗട്ട്, നമ്മുടെ വീടിനി എപ്പടി ഇരിക്കും, അതാണ് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട്. എനിക്കിതിനകത്തൊരു സർക്കസ് കൂടാരത്തിൻ്റെ തീം ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഒരു മേള നടക്കുന്ന സെറ്റിലാണ് കയറുന്നതെങ്കിലും ഡിനോസറിൻ്റെ ഒരു സാധനമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഒരു ജോക്കറിൻ്റെ ഫേസുള്ള ഒരു സാധനമൊക്കെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. സർക്കസ് ആണ് എന്നുള്ള ഒരു സംഭവം നമുക്ക് തരുന്നുണ്ട്. ഈ സർക്കസ് തീം ഉള്ളത് ബിഗ് ബോസ് 16 ഹിന്ദിയിലാണ്. സർക്കസ് തീമാണ് ബിഗ് ബോസ് സീസൺ ബിഗ് ബോസ് 16 ഹിന്ദിയിലാണ്. 16 ഹിന്ദിയിൽ തന്നെയാണ് ഈ 4 ബെഡ്റൂം കൺസെപ്റ്റും ഉള്ളത്. ഈ 4 ബെഡ്റൂം കൺസെപ്റ്റാണ് കഴിഞ്ഞ വർഷം അവരെടുത്തത്. ഇനി സർക്കസ് തീം എടുത്തത് കൊണ്ട് അവിടെ പ്രത്യേകിച്ചൊന്നും വരാനൊന്നുമില്ല, വീട് സർക്കസ് പോലെ ഇരിക്കും ഒരു പക്ഷേ. എനിക്ക് ആ പ്രൊമോയിൽ നിന്ന് അങ്ങനെ മനസ്സിലായി. ഇതാണ് നമ്മുടെ മെയിൻ പ്രൊമോ, സീസൺ 7 7ന്റെ പണി. പക്ഷേ എനിക്ക് അതിനകത്തൊരു നെഗറ്റീവ് അടിച്ച കാര്യം, സാധാരണ നിനക്ക് ഞാൻ 8ന്റെ പണി തരുവേ എന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്ത വർഷം അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി സാധനം വരുന്നത് സീസൺ 8ന്റെ പണിയെന്ന്. അപ്പോൾ അത് 7ന്റെ പണിയാക്കിയപ്പോൾ എനിക്ക് ചെറിയൊരു വിഷമമുണ്ട്. എന്നാലും കുഴപ്പമില്ല, പ്രൊമോ സൂപ്പറാണ്. അപ്പം നിങ്ങളുടെ എന്താണ് നിങ്ങൾക്കുള്ള വിഷയം, നിങ്ങൾക്ക് തോന്നിയ സാധനം എന്നുള്ളത് മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യണം. ഐ ആം വെരി സാറ്റിസ്ഫൈഡ് ആസ് എ ബിഗ് ബോസ് പ്രേക്ഷകൻ. നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് പറയാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം, കൺഫേംഡ് ലിസ്റ്റൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ.